ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത് കേട്ടോ. എന്താ കാര്യം എന്നറിയാവോ? മേൽ 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 നിന്നിലെ ചേക്കേറാൻ കിളികളെ വെറുതെ ഞാൻ ഒരു പാട്ട് പാടിയത് കേട്ടോ. ഞങ്ങൾ ബീച്ചിൽ പോവുകയാണ്. പിന്നെ എവിടെ പോയാലും നമ്മൾ എല്ലാ സിറ്റുവേഷൻ അനുസരിച്ച് ഒരു പാട്ട് പാടണം, എന്നാലും നമുക്കൊരു സന്തോഷം കിട്ടത്തുള്ളൂ. ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. നെഹു ഭയങ്കര അലമ്പായിരുന്നു ബീച്ചിൽ പോകണമെന്ന്. അപ്പം ഞങ്ങൾ നെയ്ബർ എല്ലാവരുമായിട്ട് ഒരുമിച്ച് ഞങ്ങൾ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. എന്നും പോകുന്ന ബീച്ചിലല്ല ഞങ്ങൾ പോകുന്നത്. നമ്മളൊന്ന് കുറച്ചും കൂടെ ലോങ് ആയിട്ടുള്ള ഒരു ബീച്ചിലോട്ടാണ് പോകുന്നത്. അപ്പം നെയ്ഹുനായിട്ട് കുളിക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല, കാരണം നെയ്ഹുന് ഒന്ന് കുളിച്ചിട്ട് വരണം. അപ്പോൾ ഞാനും കൂടെ ഒരുമിച്ച് നിർത്തി കുളിപ്പിച്ചിട്ട് ഇറങ്ങി വരാൻ എപ്പോഴും ഉള്ളത്. പക്ഷേ ഈ പ്രാവശ്യം അവൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ലേറ്റായിട്ടാണ് പോയത്. അതുകൊണ്ട് അറിയില്ല വീട്ടിൽ എന്താണ് ഇടുന്ന ഡ്രസ്സ് അതേപടിയാണ് നമ്മളെ കൊണ്ടുവന്നത്. അവിടെ കണ്ടപ്പോൾ ഒരു ക്യാറ്റിനെ ആ ക്യാറ്റിനെ കണ്ട് ഇങ്ങനെ നിൽക്കുക. ബീച്ചിലോട്ട് പോകുന്നില്ല, അവിടെ നിന്നിട്ട് കുറേ നേരം മ്യാവും 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ നിൽക്കുന്ന ഒരു പ്ലേസിൽ ആ ഒരു താഴത്തെ ഏരിയയിൽ ഒരു കുഞ്ഞു പൂച്ച വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 പൂച്ചേനെ കണ്ട് അവൾക്ക് അല്ലെങ്കിൽ ഇഷ്ടമാണ് ക്യാറ്റിനെ. പിന്നെ അതിനെ കണ്ട് അത് ഇവിടുത്തെ ചൂട് കാരണം ഒരെണ്ണമൊക്കെ ചത്തുപോയായിരുന്നു. അപ്പോൾ അത് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഇവൾക്ക് പൂച്ചേനെ കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. പൂച്ചേനെ നോക്കി ഇങ്ങനെ നിൽക്കും. ഞങ്ങളപ്പോൾ അവിടെ അടുത്ത് തന്നെ പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ പാർക്കുണ്ട്. അപ്പം ഇത് കുറച്ചും കൂടെ കളിച്ച് കുറച്ച് എൻജോയ് ചെയ്തിട്ട് പോകാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് ഇന്നു വെച്ചുമാണ് ഇവളുടെ മെയിൻ കാര്യം. ഞാൻ കുറേ 2-3 വീഡിയോസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് കാണാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ കുറേ കിഡ്സിനൊക്കെ ഇരിക്കാൻ പറ്റിയ കുറേ സാധനങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ടല്ലോ, അതിലൊക്കെ കയറി ഞാൻ കളിക്കും. കാരണം എനിക്കിഷ്ടമാണ് ഊഞ്ഞാലിലാടാനും ഒക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇക്കാക്ക് പിന്നെ അത്ര വലിയ ഇഷ്ടമില്ല, കാരണം ഇക്കാക്ക് ഇങ്ങനെ ഈ കറങ്ങുന്ന ഐറ്റംസിനോടൊന്നും വലിയ താല്പര്യമില്ല. തല കറങ്ങും, അങ്ങനത്തെ വിഷയമുണ്ട്. ഞാൻ പിന്നെ പണ്ട് കല്യാണത്തിന് മുമ്പ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ കറങ്ങുന്ന ഒരു സാധനത്തിൽ പിടിച്ച് വലിച്ച് കയറ്റി, എൻ്റെ നിർബന്ധം മൂലം. അത് കഴിഞ്ഞ് പിന്നെ കയറിയിട്ടില്ല, വലിയ താല്പര്യമില്ല. എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എല്ലാത്തിലും കയറി ആടി ഒക്കെ ആയിട്ട് ഞാൻ ഇറങ്ങുന്നത്. ഇതിൽ പക്ഷേ എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മടുത്ത് കുറച്ച് നേരം ഇരുന്നുള്ളൂ. ആ കയറുന്ന ഉത്സാഹമൊന്നും ഇല്ലായിരുന്നു. ഇറങ്ങിയപ്പോൾ അത്ര വലിയ താല്പര്യമില്ല. ഇന്നുനും അതുപോലെ തന്നെ. ഇന്നു കയറി കഴിഞ്ഞിട്ട് ഉമ്മാന്ന് വിളിച്ചു, കാരണം നമുക്ക് പേടിയായിപ്പോയി. ഇരുന്നിട്ട് വലിയ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾ എന്നും പോകുന്ന ബീച്ച് അല്ലാത്തത് കൊണ്ട് ആർക്കും അത്ര വലിയ അങ്ങോട്ട് മടുപ്പ് പോലെയായിരുന്നു. ഒന്നാമത്തെ കാര്യം കുറച്ച് ലേറ്റ് ആയിരുന്നു നമ്മൾ ബീച്ചിൽ പോയപ്പോൾ. നന്നായിട്ട് ഒരു ഈവനിങ് ടൈം ആണല്ലോ നമ്മൾ ബീച്ചിൽ ഇറങ്ങുക. പക്ഷേ പെട്ടെന്നൊരു തീരുമാനം എടുത്തുകൊണ്ട് നമ്മൾ അങ്ങനെ പെട്ടെന്ന് വന്നത് കൊണ്ടും അത്ര അങ്ങ് ഇഷ്ടമില്ല. പക്ഷെ നൈഹുന് പിന്നെ വലിയ കുഴപ്പമില്ല. നൈഹുന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിരുന്നത്. ഇന്നു എവിടെ ഇരിക്കുന്നോ അവളെ അവിടെ നിന്ന് മാറ്റിയിട്ട് നൈഹുന് ഇരിക്കണം. നൈഹുന് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അവളെവിടെ ഇരിക്കുന്നോ ഇങ്ങനെ ആടുന്ന അതൊക്കെ ഇഷ്ടമാണ്. എന്നെപ്പോലെ തന്നെയാണ് നൈഹുനും. കാരണം ഇങ്ങനത്തെ ആടാനും അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇഷ്ടമാണ്, ഭയങ്കര കളിയാണ് നിന്റെ മുന്നിൽ നിന്ന്. പിന്നെ ഇന്നും ഉള്ളത് കൊണ്ട് എനിക്ക് നൈഹുന് അത്ര വലിയ ഹാൻഡിൽ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുമില്ല. കാരണം ഇവർ രണ്ടും ഭയങ്കര കളിച്ചോളും. ഇവളിപ്പോൾ ഓടിപ്പോവുകയാണെങ്കിൽ അവൾ പിടിക്കും. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ പാടില്ല. അതിൻ്റെ ഇടയിൽ ഊഞ്ഞാലാടണമെന്ന് പറഞ്ഞ് നൈഹുന് ആട്ടിക്ക് വയ്ക്കുക. എല്ലാം ഇക്ക വേണം. ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഇക്ക സപ്പോർട്ട് ചെയ്യണം. ഞാൻ പിടിക്കുന്ന അത്ര വലിയ ഇഷ്ടമല്ല. ഇക്ക ആയിരിക്കണം അവിടെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കാനും. അതുപോലെ തന്നെ കൊഞ്ചിക്കുന്ന കൂടുതൽ ഇക്ക. ഞാൻ കുറച്ച് ദേഷ്യപ്പെടും അവളുടെ അടുത്ത് അവിടെ മാറാം. അപ്പോൾ അവൾക്ക് അറിയാം ഞാൻ ഇച്ചിരി സ്ട്രിക്റ്റ് ആണ്. പക്ഷെ ഇക്ക കൊഞ്ചിച്ച് എളുപ്പം അവൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഇക്കാൻ്റെ അടുത്ത് വാച്ചിൽ അങ്ങനെ. ഇന്നും അത്ര വലിയ ഇഷ്ടമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളങ്ങ് ഇറങ്ങുന്നില്ല. അവൾക്കൊരു മൂടല്ലായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും ഒരു 3-4 ദിവസത്തിന് മുമ്പ് ഭയങ്കര ബോഡി പെയിനും പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. എനിക്കില്ലായിരുന്നു. നൈഹുനൊക്കെ നന്നായിട്ട് പനിയുള്ള ടൈമിലാണ് അവളെ ബീച്ചിക്ക് ഞങ്ങൾ കൊണ്ടുവന്നതും. പനി കഴിഞ്ഞു എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അവിടെ ഇങ്ങനെ ഈ വീട്ടിൽ നമ്മൾ റൂമിലിരിക്കുമ്പോൾ അവൾക്കൊരു ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ്. പക്ഷെ എന്തായി, വന്നു കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ ഭയങ്കര പനി കൂടി. ഇവൾക്കൊരു റിലാക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പുറത്തിറങ്ങിയാൽ നമ്മൾ ഈ കാറ്റൊക്കെ അടിക്കുന്ന കാലാവസ്ഥ മാറുമ്പോൾ തന്നെ ഒക്കെ മാറുമല്ലോ. പിന്നെ കണ്ടില്ല എൻ്റെ അടുത്ത് ഇരിക്കുന്നത്. ഇങ്ങനെ ഓടിച്ചാടിയൊന്നും നടക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. ഇങ്ങനെ ഇതിലൊക്കെ കയറി ഇരിക്കുക എന്നല്ലാതെ ബീച്ചിക്ക് കയറി പോകാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇക്കാനും ഇച്ചുവിനെയും കാണാണ്ടായി. ഞാനും ശിവനാഥയും നെയ്ഹുവിനെ ഇന്നും
ചുരയിക്കാനും ഭയങ്കര തപ്പലായിരുന്നു. ലാസ്റ്റ് കിട്ടി, തിരിച്ചു വന്നു. പിന്നെ അവിടെ വലിയ നമ്മൾ നാട്ടിലെ ബീച്ച് എന്നൊക്കെ പറയുമ്പോൾ കുറേ കടകൾ, ഉപ്പിലിട്ട മാങ്ങ, അങ്ങനത്തെ എല്ലാം കാണും. ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല. കുറച്ച് കവ്യസും അങ്ങനത്തെയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കത്ര, എനിക്കെന്താണെന്ന് അറിയില്ല, അത്ര നാട്ടിലെ വൈബൊന്നും അത്ര കിട്ടാറില്ല ഇവിടെ ബീച്ചിൽ വരുമ്പോൾ. എന്താണെന്നറിയില്ല. പിന്നെ നമ്മുടെ ഒരു സമാധാനത്തിനും സന്തോഷത്തിനും നമ്മളവിടെ പോയി ഇരിക്കും, അതാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഡ്രിങ്കായ കിൻസിയാണ്. കിൻസി ഞാൻ കുടിച്ചു കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചു ലൈറ്റായിട്ട്. നൈഹൂനും പനിയായെങ്കിലും നൈഹൂനും ഐസ്ക്രീമാണെന്ന് ഭയങ്കര കരച്ചില്ല. പിന്നെ കൊടുക്കാണ്ടിരിക്കുന്നത് കഴിഞ്ഞാൽ കൊടുത്ത് ഞങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ പനി കൂടി, അത് വേറെ കാര്യം. അതിൻ്റെ ഇടയിൽ അവർക്ക് റൈഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവർ 3 പേരും കൂടെ റൈഡിന് പോയി. കുറച്ച് നേരത്തിന് ഒരു 9 മിനിറ്റ്സിൻ്റെ എങ്ങാണ്ടായിരുന്നു റൈഡെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഇവർ 3 പേരും കൂടെ അതിൻ്റെ ഇടയിൽ ഭയങ്കര കളിയായി. അപ്പോൾ നമുക്കത് സന്തോഷമായല്ലോ. ഇവർക്ക് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. നമ്മളവിടെ നിന്നിട്ട് എന്താണ് ഞാൻ പറഞ്ഞില്ലേ, എനിക്കെന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ഫുഡ് ഐറ്റംസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. പക്ഷേ ഇക്കാൻ്റെ കേസിലും അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ അത്ര വലിയ ഇങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് ദൂരെ പോകണം. പക്ഷെ നാട്ടിലാണെങ്കിൽ ഇവിടുന്ന് നോക്കി അവിടുന്ന് മൊത്തം ഫുഡ്, എന്തെങ്കിലും ചെറിയ ഐറ്റംസും സ്നാക്സും അങ്ങനത്തെയൊക്കെയല്ലേ. അതൊന്നും ഇവിടെ ഇല്ല. ഇവിടുന്ന് നമുക്ക് അവിടുന്ന് പോകണമെങ്കിൽ പാടായതുകൊണ്ട് ഇങ്ങനെ മടിച്ചിങ്ങനെ നിൽക്കും ഞങ്ങൾ. അതിൻ്റെ ഇടയിൽ ഇത് കണ്ടില്ല, ഇവർ 2 പേരും കൂടെ തിരിച്ചു വരിക കേട്ടോ. നൈഹു ആണ് നടുക്ക് നിന്ന് ഭയങ്കര ഓടിക്കല്. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രത്യേകിച്ച് ഇവർ 2 പേരും കൂടെ കൂടുമ്പോൾ ഇവർക്ക് ഭയങ്കര എനർജിയാണ്. അല്ലാത്തപ്പോൾ വലിയ തന്നെ ഓടിക്കാനും ഒക്കെ പേടിയമ്മ അമ്മ അങ്ങനെ വിളിച്ചാൽ അബ്ബ ഭയങ്കര കൊഞ്ചല. അല്ലാത്തപ്പോൾ ഭയങ്കര കുഴപ്പമില്ല. അവർ രണ്ടും ഉണ്ടല്ലോ, ഉണ്ട്. അവർക്ക് ഹാപ്പി. പിള്ളേരെല്ലാം അങ്ങനെയായിരിക്കും, അവരുടെ ഏജിലുള്ളവരൊക്കെ കാണുമ്പോൾ. അവരുടെ ഏജ് അല്ല ഇവർ 2 പേരും, എന്നാലും ഇവർക്ക് കളിക്കാനൊക്കെ നമ്മുടെ നാട് പോലെ അല്ലല്ലോ, ഇവിടെ കുറച്ച് പേരൊക്കെ ഇല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അത് വേറെ ഞാൻ ഈ പറയുന്നതൊക്കെ കുറച്ച് പേർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ ഇല്ലേ, ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ഞാനിപ്പോൾ ഒമാനിലാണല്ലോ നിൽക്കുന്നത്. അപ്പം ഇവിടെ നിൽക്കുന്ന കുറേ മലയാളികൾ കാണുമല്ലോ. അവരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം എനിക്ക് ഒന്ന് ക്യൂരിയോസിറ്റിയാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈം വന്ന സമയത്ത് ഇത് മലയാളിയാണെന്നല്ലേ ഇക്കാനെ കാണുമ്പോൾ ഞാൻ പറയും, നീ ആദ്യം ഇവിടെ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നീ പറയുന്നത്, പിന്നെ നീ മൈൻഡ് ചെയ്യത്തില്ല. മലയാളിയാണ്. ഇപ്പം എനിക്ക് പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, മലയാളികളെ കാണുമ്പോൾ മലയാളിയാണ്. പിന്നെ ഒന്ന് ജസ്റ്റ് ചിരിച്ച് കാണിക്കാതെ പോയില്ലെങ്കിൽ എനിക്കൊരു സന്തോഷമില്ല. എന്നാന്ന് പറഞ്ഞത് ഒന്ന് ചിരിച്ചിട്ടെങ്കിൽ ഞാൻ പോവും. എന്താണെന്നറിയത്തില്ല, അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ ഒമാൻ മലയാളികൾ കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായ് അയക്കണേ കമൻറ്റിൽ. നമുക്കൊന്ന് കാണാനൊരു സന്തോഷം, അത്രേ ഉള്ളൂ. പിന്നെ തിരിച്ച് ഞങ്ങൾ വന്ന്, കാരണം തിരിച്ച് പോകാമെന്നൊരു പ്ലാനായി. അപ്പം ഞാനുണ്ട് ഈ വണ്ടിയിൽ കയറിയിരിക്കാൻ ഓർത്തു. ഒരിടയില്ലാത്തൊരു വണ്ടിയിൽ കയറി ഞാൻ കുത്തിപ്പിടിച്ച് കയറി കുറച്ച് നേരം അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ കുടലിൽ കളിയാക്കുമായിരുന്നു ഇരുന്നിട്ട്. പിന്നെ അപ്പം തന്നെ ഞാൻ ഇറങ്ങി അവിടുന്ന്. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് പോകാം എന്ന് വിചാരിച്ചു. കാരണം കഴിഞ്ഞ ടൈമായി. പിന്നെ നൈഹൂനും അത്ര വലിയ പനിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് കാറ്റ് കൊണ്ട് ഞാൻ നിൽക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ തിരിച്ചു പോകാം. ഫുഡൊന്നും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വലിയ ഹെവി ആയിട്ടൊന്നും കഴിച്ചില്ല. അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ തിരിച്ചു പോവുകയാണ്. പെട്ടെന്നൊരു പ്ലാനായി പോകണമെന്ന് അങ്ങനെ വന്നതാണ്. ജസ്റ്റ് ഒരു ഡേ ഔട്ട്, അത്രേ ഉള്ളൂ, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ പിന്നെന്താണ് വിശേഷങ്ങൾ? എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒരു കമൻറ്റൊക്കെ ഇട്. നമുക്കൊരു എനർജിയാണ് അടുത്തൊരു വീഡിയോ ഇടാൻ വേണ്ടി. അതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ മെയിൻ ഷവർമ സ്പോട്ടായി. ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ഷവർമയും മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനി ചെന്ന് കഴിഞ്ഞിട്ട് വിശക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇത് കഴിച്ചിട്ട് ഒരുങ്ങാം എന്ന പ്ലാനിനെ. അപ്പം ഞങ്ങളെല്ലാവരും ഒരു ഷവർമ മേടിച്ചു. അങ്ങനെ ഞാനും നൈഹു ഇന്നും എല്ലാവരും ടയേർഡായിട്ടോ. തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ, ബൈ, സീ യു.